ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വത്സാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഈ ഹാങ്ങർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുമായിട്ട് ഞാനിത് നീണ്ടകരയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ വല നെയ്യുന്ന ത്രെഡാണ് ഇത്. അപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് ആയിരിക്കും. നൈലോൺ ത്രെഡാണിത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഒരു 4 പീസാക്കി കട്ട് ചെയ്യണം. നമുക്ക് എത്ര ലെങ്ത് വേണോ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. ഞാൻ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് നീളത്തിൽ 4 പീസ് ആയിട്ട് കട്ട് ചെയ്യുക. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി വെച്ചിട്ട് എന്നിട്ട് ഒരു 2ആയിട്ട് മടക്കണം. ഒരേപോലെ 2ആയിട്ട് മടക്കി എന്നിട്ട് എൻഡെല്ലാം ഒരിടത്ത് പിടിക്കുക. എന്നിട്ട് ആ എൻഡിൽ ചെന്നിട്ട് ഒരു കെട്ടിടണം. ഒരു കെട്ട് ഇട്ട് നമ്മളിങ്ങനെ നല്ലതായിട്ടൊന്ന് മുറുക്കി ഈ കൊളുത്ത് ഇതിൻ്റെ ഹുക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന് മുന്നേ കെട്ടിടുന്നതിന് മുന്നമേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിനകത്ത് നമുക്കിടാം. എന്നിട്ട് 2 ത്രെഡ് എടുത്തിട്ട് അത് ഏത് ത്രെഡായാലും അപ്പുറം ഇപ്പുറം ഏതെങ്കിലും ത്രെഡായാലും ഒരു കൈയുടെ അകത്തൂടെ ഇട്ട് അതിനകത്തൂടെ കയറ്റി ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന അതിനെക്കാട്ടി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ലെങ്തി ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് TV കാണുമ്പോഴോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. എൻ്റെ ചെടികളെല്ലാം ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത് 80% ഞാൻ തനിയെ ഉണ്ടാക്കി ഹാങ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാനിത് വിൽക്കാറുമുണ്ട്. ഇത് ഓർഡർ അനുസരിച്ച് ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. ഇതിങ്ങനെ നെയ്തെടുത്തിട്ട് അങ്ങനെ 4 പീസായിട്ട് നമ്മളിത് നെയ്തെടുക്കും. 4 പീസായിട്ട് നമ്മൾ ഇത് നെയ്തെടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒരു കെട്ടിടണം. കാരണം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ല, വളരെ ഈസിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല സ്ട്രോങ്ങുമാണ്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. നമ്മൾ പെട്ടെന്നൊന്നും ഈ വല നെയ്യുന്ന ത്രെഡ് ആയതുകൊണ്ട് അതൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല അത്. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന കുറച്ച് പീസ് ഇട്ടേക്കണം നമ്മൾ. എന്നിട്ട് അപ്പുറത്തെ ഉള്ള ഒരു വള്ളിന്ന് ഇപ്പുറത്തുള്ളൊരു വള്ളിയും കൂടെ ചേർത്ത് നമ്മൾ ഈ രീതിയിൽ കെട്ടിയെടുക്കും. അപ്പുറം ഇപ്പുറം കൂടെ വെച്ചിട്ട് കെട്ടിയെടുക്കും. കണ്ടോ? അങ്ങനെ 4 പീസ് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഉള്ള പിന്നെ റൗണ്ട് ചെയ്ത് അപ്പുറത്തെ ഉള്ള അവസാനം വരുന്ന ആ ത്രെഡ് നമ്മൾ ഇങ്ങേ അറ്റത്തെ ത്രെഡുമായിട്ട് ജോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് റൗണ്ട് ഉണ്ട്. ഇങ്ങേ അറ്റത്തെ ത്രെഡുമായിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യും. കണ്ടോ? അതുപോലെ എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു കെട്ടിട്ട് സെക്യൂർ ചെയ്യുക. നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഒരു 10 മിനിറ്റ് നമുക്ക് ഒരെണ്ണം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരെണ്ണം ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇതിൽ നല്ല നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ കാണാനും ഭംഗിയുണ്ട്. ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. കണ്ടോ? നമ്മളൊരു ചട്ടി വെക്കാനായിട്ട് നല്ല സ്ട്രോങ്ങുമാണ്. ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഹുക്ക് ഇത് ചെയ്യുന്നതിന് മുന്നേ ആ ഹുക്കിലിട്ട് ചെയ്തെടുക്കും. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.